അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആർത്തവക്കുളിയെക്കുറിച്ചാണ്. പല സ്ത്രീകൾക്കും ആർത്തവം ഉണ്ടായാൽ എപ്പോൾ കുളിക്കണം, എങ്ങനെയൊക്കെ വൃത്തിയായി കുളിക്കണം, കുളിക്കുമ്പോൾ എന്ത് നിയ്യത്ത് വെക്കണം എന്നതിനെ പറ്റിയൊക്കെ പലതരം സംശയങ്ങളുണ്ട്. സ്ത്രീകൾക്ക് പ്രതിമാസം ഉണ്ടാവുന്ന സ്വാഭാവിക രക്തസ്രാവമാണ് ഹൈള് അഥവാ മെൻസസ് എന്ന് പറയുന്നത്. സാധാരണയായി ഒരു പെൺകുട്ടിക്ക് 9 വയസ്സ് മുതലാണ് ഹൈള ആരംഭിക്കുന്നത്. ഇതൊരു പെൺകുട്ടിയുടെ ശരീരഘടന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില പെൺകുട്ടികൾക്ക് 10 വയസ്സിന് ശേഷവും മറ്റു ചിലർക്ക് 14 വയസ്സ് വരെ വൈകിയേ ഹൈളുണ്ടാവുകയുള്ളൂ. സാധാരണയായി 6-7 ദിവസമാണ് ഹൈളുണ്ടാവുക. ഒരു മാസത്തിൽ ഏറ്റവും കൂടിയാൽ 15 ദിവസം വരെ ഹൈളുണ്ടാവും. എപ്പോൾ ആർത്തവരക്തം നിന്നാൽ അപ്പോൾ തന്നെ കുളിച്ച് ശുദ്ധിയാവൽ നിർബന്ധമാണ്. എന്നാൽ ചില സ്ത്രീകൾക്ക് 6-ാമത്തെ ദിവസം കുളിച്ച് വീണ്ടും 8-ാമത്തെ ദിവസം രക്തമോ അതോ ചെറിയ കറ പോലെയോ കണ്ടാൽ അവൾക്ക് നിസ്കരിക്കാൻ പാടുള്ളതല്ല. അത് ആർത്തവ രക്തമായി തന്നെ കണക്ക് കൂട്ടണം. പിന്നീട് രക്തം നിന്നാൽ വൃത്തിയായി കുളിക്കൽ നിർബന്ധമാണ്. ഹൈളുകുളിയുടെ ഫർളുകളിൽ 1-ാമത്തേത് ആണ് നിയ്യത്ത്. വലിയ അശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധിയായി കുളിക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറയണം. 2-ാമത്തെ ഫർളാണ് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കണം. തലമുടി മുതൽ ചർമ്മത്തിന്റെ എല്ലാ ഭാഗങ്ങളും വെള്ളം നനയണം. ശരീരം മുഴുവൻ വെള്ളം ആയില്ലെങ്കിൽ നമ്മുടെ കുളി ശരിയാവുകയില്ല. ആർത്തവകുളിയുടെ സുന്നത്തുകളിൽ 1-ാമത്തേതാണ് ബിസ്മി ചൊല്ലൽ. വലതു കൈയും ഇടതു കൈയും 3 പ്രാവശ്യം കഴുകുക. അശുദ്ധമായ ഭാഗങ്ങൾ വെള്ളം ഉപയോഗിച്ച് നന്നായി വൃത്തിയായി കഴുകുക. വുളൂ ചെയ്യുക. തല 3 പ്രാവശ്യം കഴുകുക. കുളിക്ക് ശേഷം ശുദ്ധമായ വസ്ത്രം ധരിക്കുക. ഇതെല്ലാം കുളിയുടെ സുന്നത്തുകളാണ്. തീർച്ചയായും ഹൈളകുളിയുടെ ഫർളുകളും സുന്നത്തുകളും മനസ്സിലാക്കി നാം കുളിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കുളി ശരിയാവുകയുള്ളൂ.